ഷിരൂരിൽ തെരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കാർവാർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം. കാണാതായ ലോകേഷ്, ജഗന്നാഥ് എന്നിവരുടെ കുടുംബങ്ങളാണ് അവിടെ പ്രതിഷേധിക്കുന്നത്. അരുൺ പൂപ്പറമ്പ് ഏറ്റവും പുതിയ വിവരങ്ങളും വെച്ചിരുന്നുണ്ട്. അരുൺ, ഈ ഡ്രഡ്ജർ എന്നെത്തിക്കുമെന്നതിനെക്കുറിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുന്ന പശ്ചാത്തലമുണ്ട്. സമരം എങ്ങനെയാണ്? അവിടെ ഈ കുടുംബങ്ങൾ മാത്രമുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി സപ്പോർട്ടൊക്കെ ആ സമരത്തിനുണ്ടോ? ആഷ്മി, ഈ മാസം 16-നാണ് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തുടർന്ന് ഈ തിരച്ചിൽ നിർത്തിവെച്ചത്. അതിനുശേഷം ഈ ഡ്രഡ്ജർ എത്തിച്ച് ഈ മണ്ണും കല്ലുകളൊക്കെ നീക്കം ചെയ്താൽ മാത്രമേ ഈ തെരച്ചിൽ പുനരാരംഭിക്കാനാകൂ എന്നതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. അതിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. എന്തെങ്കിലും ഒരു തീരുമാനം അതിൽ ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ സഹായം ഉണ്ടായാൽ മാത്രമേ അതിന്റെ ഫണ്ട് പൂർണ്ണമായും ചെലവഴിക്കാൻ പറ്റൂ. അല്ലാതെ 96 ലക്ഷം രൂപ ജില്ലാ ഭരണകൂടത്തിന് ഒറ്റയ്ക്ക് വഹിക്കാൻ കഴിയില്ല എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇന്നെന്തായാലും അർജുന്റെ കുടുംബം വൈകിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. അതിലൊരു അനുകൂല നിലപാട് ഉണ്ടാകുമെന്നതാണ് അർജുന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷ. അതിനിടെയാണ് ഇപ്പോൾ കാർവാർ കളക്ടറേറ്റിന് മുന്നിൽ ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ കാണാതായിട്ടുള്ള ലോകേഷ്, ജഗന്നാഥ് അവരുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ ആ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ എടുത്താണ് ആ റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടുത്തെ ഒരു ഈഡിക സമുദായ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ആ പ്രതിഷേധത്തിലാണ് ഈ ലോകേഷിന്റെയും ജഗന്നാഥിന്റെയും ഒക്കെ ആ കുടുംബങ്ങൾ പങ്കെടുക്കുന്നത്. തെരച്ചിൽ ഉടൻ തന്നെ പുനരാരംഭിക്കണം, കാണാതായവരെ ഉടൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഇതിൽ തെരച്ചിൽ ഇങ്ങനെ നീളുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച സംഭവിച്ചു എന്നുൾപ്പെടെയുള്ള ആരോപണം ആ സമരത്തിൽ പങ്കെടുക്കുന്നവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഈ സമരത്തിലുള്ളവർ ജില്ലാ കളക്ടറുമായി ഒരു ചർച്ച നടത്തും. അവർ ജില്ലാ കളക്ടർ ഓഫീസിൽ തന്നെയുണ്ട്. അവിടെ ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും സമരം അവസാനിപ്പിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആഷ്മി. ഓക്കെ, അപ്പോൾ അരുൺ പൂപ്പറമ്പയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അതാ ഇവിടെ മിനി ബാബു, ആഷ്മി, ഇനി അർജുനെ കണ്ടെത്താനാകുമോ ഇത്രയും ദിനങ്ങൾ പിന്നിടുമ്പോൾ എന്ന ചോദ്യം ഉണ്ടാകുന്നു. അതെല്ലാവരുടെയും ആശങ്കയാകുന്ന ചോദ്യമാണ്. പക്ഷെ അവരുടെ വീട്ടുകാർക്ക് അർജുൻ എന്ത് സംഭവിച്ചു, ജീവനോടെ ഉണ്ടോ, മരിച്ചോ എന്നൊക്കെ അറിയണ്ടേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സൂചന, ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു സൂചന കിട്ടുക എന്ന് പറയുന്നത് അതിൽ നിർണായകമാണ്. അത് എത്ര ദിവസം വൈകിയാണ്.